ചെയ്തെടുക്കാമെന്ന്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാം നന്മ നിറഞ്ഞ വാർത്തകളാണ് വരുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി കുരങ്ങന്റെ വീഡിയോ. ആദ്യം നമുക്ക് കുറെയൊക്കെ സങ്കടപ്പെട്ടുവെങ്കിലും അവസാനം ആ അമ്മ ആ കുട്ടിക്കുരങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ട് നമുക്കല്ലേ. അതൊരു സന്തോഷം തന്നെയാണ്, നമ്മുടെ മനസ്സ് നിറഞ്ഞു. ആ വീഡിയോ കാണാത്തവർ പോയി കാണുക കേട്ടോ, നല്ല സൂപ്പർ വീഡിയോ ആയിരുന്നു ആ വീഡിയോ. അപ്പോ അതുപോലെ മനസ്സിന് കുളിർമ തോന്നുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ടോണിച്ചായൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ അച്ചായൻസ് ഗോൾഡിന്റെ ഉടമയായ ടോണിച്ചായൻ ഇന്ന് ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കല്യാണം നടത്തി കൊടുക്കുക മാത്രമല്ല, അവർക്കൊരു വീട് പോലും വെച്ചു കൊടുത്തു എന്ന് പറയുന്ന നമുക്ക് നന്മ നിറഞ്ഞ ഒരു വാർത്ത. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് പുണ്യം ചെയ്യണമെങ്കിൽ നല്ലൊരു മനസ്സാക്ഷ്യം ഉണ്ടാകണം. കുറ്റപ്പെടുത്താനൊക്കെ ആൾക്കാർക്കൊക്കെ അറിയാം. ഈ കുറ്റപ്പെടുത്തുന്നവർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ പറയുന്ന ഈ പുള്ളി ഏതോ പെണ്ണുപിടിയനാണ്, മറ്റതാണ്. ഇതൊക്കെ പറയാനൊക്കെ വളരെ ഈസിയാണ്. പക്ഷെ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക മാത്രമല്ല, ഈ പുള്ളി ചെയ്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് പെൺകുട്ടിക്ക് നല്ലൊരു കല്യാണവും കൂടി കഴിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു ചേട്ടനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹം കൂടി കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. മനസ്സിലായി? ഇവിടെ പലരും പറയുമ്പോൾ, അതായത് ഈ പറയുന്ന പുണ്യപ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ചാരിറ്റി ചെയ്യുന്നവർക്ക് പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങളുമായി ഈ പറയുന്ന എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട ആരോ ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് പിന്നീട് സ്നേഹത്തോട് സംസാരിക്കാൻ പാടില്ല. കാരണം ഈ ചാറ്റ് ചെയ്യുന്നവർ എല്ലാവരും മാർപ്പാപ്പയാണെന്നാണ് അവരെ വിചാരം. മാർപ്പാപ്പയെ കൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുവരെക്കായിട്ടും ഈ പറയുന്ന ഈ അച്ചായനെ ആരെങ്കിലും പീഡിപ്പിച്ചൊന്നും, ഏതെങ്കിലും പെൺകുട്ടി അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചൊന്നും ഒരു വാർത്ത വന്നിട്ടില്ല. ആ പുള്ളി ഏതോ ഒരു പോലത്തെ ഏതോ ഒരു വോയിസ് വന്നതിനകത്ത് ആ പുള്ളിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ ഒരു വോയിസ്, അവർ രണ്ടും ചാറ്റ്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ചാറ്റ് ചെയ്ത്, നിങ്ങൾക്ക് എന്താ? അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ അച്ചായൻ ഈ പറയുമ്പോൾ എന്താണ്, സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ ഇനി ചാരിറ്റി നിർത്തുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷെ എങ്കിലും പുള്ളി വീണ്ടും ചാരിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം കഴിച്ച് കൊടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുണ്യപ്രവർത്തനം. ആദ്യം ഈ പെൺകുട്ടിയുടെ വീട് നിങ്ങൾ ആദ്യം കാണാം. ഈ പെൺകുട്ടിയുടെ വീട് എങ്ങനെയാണ് കിടന്നത്, ഇപ്പോൾ എങ്ങനെ മാറ്റി കൊടുത്തു എന്നുള്ളത്. ആദ്യം ഈ വീട് നോക്കിയോ. കണ്ട, ഇതുപോലെ ചെറ്റക്കുടിലിൽ കിടന്ന പെൺകുട്ടിയാണ്. മനസ്സിലായോ? കണ്ട, ഒന്നുമില്ല, ഇതുപോലെ ഒരു ചെറ്റക്കുടിലിൽ കിടന്ന ഈ പെൺകുട്ടിയാണ്. ഈ ഒരു വീട് കേട്ടോ, നോക്കിയാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ന് തന്നെ പറയാം, ആരുമില്ല. ഈ ഒരു വീടിനെ ഇപ്പൊ ഞാൻ ഈ കാണുന്നില്ലേ, ഇതുപോലെ ആക്കി തീർത്തിട്ടുണ്ട്. ഇതുപോലെ ഡീസന്റ് ആയിട്ട് ഒരു വീട് പുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മുഴുവനായിട്ട് പുള്ളി വെച്ച് കൊടുത്തതല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അതും പിടിച്ചുകൊണ്ട് ആൾക്കാർ വരണ്ട. കാരണം ഇതെന്തോ ഏതോ ഒരു കോൺട്രാക്ട് വന്ന് പകുതി അവരെന്തോ പണി ചെയ്ത് പകുതി ഇട്ടിട്ട് പോയി. പിന്നെ പുള്ളി വന്ന് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഈ വീട് കൃത്യമായിട്ട് വെച്ചു കൊടുത്തു. അവിടെ ചെന്ന് ഈ പുള്ളി വെച്ചു കൊടുത്തപ്പോൾ ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ട് പുള്ളിക്ക് എന്ത് ചെയ്തു, പുള്ളിക്ക് മനസ്സലിയുകയും പുള്ളി പിന്നെ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കും, സ്വന്തം സഹോദരിയായി ഏറ്റെടുക്കുകയും ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം റെഡിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ അറിഞ്ഞത്, ഞാൻ തിരക്കി പറഞ്ഞ് ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപയാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അച്ചായൻ ചെലവാക്കിയിരിക്കുന്നത്. ചെറിയ കാര്യമല്ലടാ, ഒരിക്കലും ചെറിയ കാര്യമല്ല. 1 രൂപയെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. 1-2 പൈസ ഇല്ല, 12 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആ പുള്ളി ചെലവഴിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു സംഭവം കാണാം കേട്ടോ. ആ കല്യാണ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ പെൺകുട്ടി കേട്ടോ. കൊല്ലത്താണ് സംഭവം കേട്ടോ, കൊല്ലത്താണ്. അച്ചായന്റെ കാറ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, ഇതല്ലേ പുള്ളിയുടെ കാറ്. പുള്ളി ഇതാ വരുന്നത്, സ്വന്തം സഹോദരനെ പോലെ നിന്നുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ, നടത്തി കൊടുക്കുന്നത്. ഇതൊരു വീഡിയോ. അടുത്ത താലി എടുത്തു കൊടുക്കുന്ന മറ്റൊരു വീഡിയോ. മുതിരമാണോ അല്ലേ? മുതിരം മുതിരൊക്കെ എടുക്കുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടിക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ മൊത്തം ഈ പുള്ളിയാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ തിരക്കി, ഇത് കള്ളമൊന്നുമല്ല, ഇത് നിങ്ങൾ വിചാരിക്കും പോലെ മറ്റേ ഉടായ്പം തേങ്ങയൊന്നുമല്ല. കൃത്യമായിട്ട് പുള്ളി ചെലവാക്കിയ പൈസ തന്നെയാണ് കേട്ടോ. ആ ഒരു മാല എടുത്തു കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാല എടുത്തൊക്കെ എല്ലാം. അതായത് ഒരു ആങ്ങളെ പോലെ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു സംഭവം അല്ലേ.
എന്തായാലും നമുക്ക് എന്തായാലും മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ലേ. ഒരു കുടുംബത്തിന് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വീട് മാത്രമല്ല പുള്ളി വെച്ചു കൊടുത്തത്, ഒരു വീട് മാത്രമല്ല വെച്ചു കൊടുത്തത്, അതിന്റെ കൂടെ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുകയും സ്വന്തം സഹോദരനെ പോലെ നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണവും കൂടി കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനൊക്കെ ഒരു മനസ്സ് വേണം, മനസ്സിലായോ? അത് കുറ്റങ്ങൾ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ആരെങ്കിലും എന്തെങ്കിലും നല്ല ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റുക എന്നുള്ള രീതിയിൽ കുറെ എണ്ണം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എനിക്കിതുവരെ കേട്ട് പുള്ളിയുടെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് പുള്ളി ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതായത് ഇപ്പം മുമ്പ് പുറത്തിറങ്ങിയ വോയിസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, പുള്ളി ആരോടത്ത് ഏതോ ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചക്കരയെന്ന് എന്തോ ആയിക്കട്ടെ, പുള്ളി വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ടില്ലേ, നമ്മളൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരിക്കും, നമ്മൾ അങ്ങനെ വിളിക്കത്തില്ലേ? അവർക്ക് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ, ആ പെൺകുട്ടിക്ക് ഈ പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ പെൺകുട്ടി വന്ന് പറഞ്ഞോ എന്നെ പീഡിപ്പിച്ചു വന്നു, അല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് എന്ത് ചെയ്തു, എന്നെ ത്രട്ടൻ ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ കൊണ്ട് ബലാത്സംഗം മറ്റേ ചെയ്തത് പുള്ളി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. എവിടെയോ കിടന്നൊരു വോയിസ്, അത് ഏത് സിറ്റുവേഷനിലാണ് ആ പുള്ളിയും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വന്ന് സംസാരിച്ച് ഒന്നും പറഞ്ഞോ, പാലുമില്ല, തുമ്പുമില്ല, മൂടുമില്ല, ഒരു തേങ്ങയില്ല, ചുമ്മാ ഒന്നുകൊണ്ടിട്ട് ഒരാളെ അങ്ങോട്ടോ എന്ത് ചെയ്യുക, അങ്ങോട്ട് ആക്ഷേപിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ആക്ഷേപിക്കുന്നവർക്ക് ഇതുവല്ലം ചെയ്യാൻ പറ്റുമോ? ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ചിലപ്പോൾ 12 ലക്ഷം രൂപ ഈ അച്ചാരി ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ ആ കുടുംബത്തിന് കോടികളുടെ വാല്യൂ ആണ്. ആ വീട് നിങ്ങൾ കണ്ടല്ലോ, ആ വീട് എങ്ങനെയാണ് കിടന്നതെന്നുള്ളത്, ആ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ വീട് പൂർത്തിയാക്കി കൊടുക്കുകയും അതിനുശേഷം അവരുടെ ആ ഒരു ദുരിതം കണ്ട്, ആ ഒരു ദുരിതാവസ്ഥ കണ്ട് പുള്ളിയുടെ മനസ്സിലെങ്കിൽ ശരി, ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു കല്യാണം റെഡിയാക്കി തരണം, പുള്ളി തന്നെ ഒരു ആങ്ങളെ പോലെ കൂടെ നിന്നുകൊണ്ട് പുള്ളിക്ക് എന്താണ് ആ പെൺകുട്ടിക്ക് നല്ലൊരു വരനെ കണ്ടെത്തുകയും അത് എന്ത് ചെയ്തു, സാധിച്ചു കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് പറ്റിയവർ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായം പറ്റിയവർ ഇത്രേ പറ്റുള്ളൂ, ഒരിക്കലും നന്ദികേട് കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോഴൊക്കെ ചിരിച്ച് കളിച്ചുകൊണ്ടതിന് അവസാനം ആ പുള്ളിയുടെ തലയിൽ തന്നെ കൊണ്ട് ഇട്ട് കൊടുത്തു. അത് എനിക്ക് ഇപ്പോഴേ പറയാം, എല്ലാവരും ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ ഒരാളുടെ രൂപം നമുക്ക് ഫ്രണ്ട് ഞാൻ പേര് ഇതിലും എടുത്ത് ഇടുന്നില്ല, മനസ്സിലായോ? നമ്മൾ വന്ന വഴിയും ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതിപ്പം നമ്മൾ ആലോചിക്കുക, വേറെ ആരും ഇല്ലായിരുന്നു, ഒരു തണ്ടികളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ ആരും ഇല്ലായിരുന്നല്ലോ, ഒരു മനുഷ്യനുമില്ല. നിങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങളെ ഒരു ദൈവത്തെ പോലെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നടത്തുന്നതാണ്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് അവസാനം വന്ന് പുള്ളിയെ തിരിഞ്ഞു കുത്തരുത്. അങ്ങനെ ഒരു നന്ദികേട് കാണിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ ഒരു നന്ദികേട് കാണിച്ച് ദൈവം പുറക്കില്ലെന്ന്. കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തരും, കുറച്ച് ക്യാഷുകളൊക്കെ വരും. പക്ഷെ ഈ ചെയ്ത പാപം ഉണ്ടല്ലോ, ഇത് നന്ദികേടുണ്ടല്ലോ, അതെപ്പോഴും കാണും, അതെന്തെങ്കിലും തിരിച്ചടിക്കും, എപ്പോഴെങ്കിലും ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കും. അന്ന് കിടന്ന് വിലപിച്ചിട്ടൊന്നും കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് പിന്നെ സംഭവങ്ങൾ അല്ലേ നമുക്ക് തന്നെ അറിയാം. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. പലരുടെയും സഹായം കൊണ്ട് വളർന്ന് പല നിലയിലെത്തിയപ്പോൾ അതിൻ്റെയൊക്കെ അഹങ്കരിച്ച് അവസാനം പൈസയൊക്കെ 4 വഴി കൂടി ഇപ്പോഴും തെണ്ടിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നന്ദികേട് കാണിക്കാതിരിക്കുക. പുള്ളിയെ പിന്നെ ഈ പറയുന്ന എന്താണ്, പുള്ളിയെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല എങ്കിൽ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പൊതുവെ കാണുന്നതെല്ലാം വാങ്ങിച്ചിട്ട് 12 തന്നോളൂ, എനിക്ക് 13 തരണമായിരുന്നു എന്നൊന്നും പറയാതിരിക്കുക, എത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് പുള്ളി ചെയ്തത്. പുള്ളിക്ക് ഇനിയും ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ആയുസ്സും ആരോഗ്യവും സമ്പത്തും നൽകട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. മസ്റ്റർ കമ്മിറ്റി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.